നിർദ്ദിഷ്ട മെട്രോ റെയിൽ പദ്ധതി നേമം സൗത്ത് റെയിൽവേ ടെർമിനൽ വരെ നീട്ടണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ആദ്യ അലൈൻമെന്റിൽ നേമത്തിന് തെക്ക് 2 കിലോമീറ്റർ അകലെ പള്ളിച്ചൽ വരെ നിശ്ചയിച്ചിരുന്ന പദ്ധതി നേമത്തിന് വടക്ക് പാപ്പനംകോട് നിന്നാണ് ആരംഭിക്കുന്നത്. ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം കാട്ടാക്കട ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരം വഴി തമ്പാനൂരിലേക്കും പാപ്പനംകോട്ടേക്കും എത്തുന്ന തൊഴിലാളികളുടെ യാത്ര കുറച്ചുകൂടി മെട്രോ യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ എളുപ്പമാകും. ഈ പദ്ധതിയുടെ പ്രയോജനം ബാലരാമപുരം, നെയ്യാറ്റിൻകര, മലയൻകീഴ്, കാഞ്ഞിരംകുളം തുടങ്ങി ജനവാസം കൂടിയ മേഖലകളിലുള്ളവർക്ക് എളുപ്പം ലഭിക്കാൻ ഈ മാറ്റം അനിവാര്യമാണെന്നാണ് പ്രദേശവാസികളുടെ വിലയിരുത്തൽ. തിരുവനന്തപുരത്തേക്ക് നിർദ്ദേശിച്ച ടെക്നോ പാർക്ക് സ്വകാര്യ IT പാർക്കുകൾക്ക് വഴിമാറി പുതിയ പാത രൂപകൽപ്പന ചെയ്യുമ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് തുടങ്ങി കഴക്കൂട്ടത്ത് അവസാനിക്കുന്ന നിലവിലുള്ള മെട്രോയുടെ പാതയിലും മാറ്റം വരും. റെയിൽവേയുടെ തിരുവനന്തപുരം സൗത്ത് എന്നറിയപ്പെടുന്ന നേമം ടെർമിനൽ കൂടി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തലസ്ഥാന നഗരത്തിലെ കണക്ടിവിറ്റി വർദ്ധിക്കും. തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രേഷൻ കോംപ്ലക്സ് നേമത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് പദ്ധതിയുടെ പ്രയോജനം എളുപ്പത്തിൽ ലഭ്യമാകും. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണ പ്രവർത്തന സജ്ജമാകുന്നതും പ്രദേശത്തെ തിരക്ക് വർദ്ധിക്കാൻ കാരണമായേക്കും. നേമം മേഖലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കേന്ദ്ര സംഘടനയായ ഫ്രാൻസ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ, നേമം MLA രാജീവ് ചന്ദ്രശേഖർ എന്നിവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.